പാലക്കാട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ തടഞ്ഞു BJP പ്രവർത്തകർ. BJP കൗൺസിലർ സിന്ധു രാജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തടഞ്ഞുവെച്ചത്. ഉച്ചയ്ക്ക് ശേഷമുള്ള പര്യടനത്തിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പിഷാരടി പ്രചാരണം നടത്താതെ തിരിച്ചുപോവുകയായിരുന്നു. ജനാധിപത്യ സംവിധാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനുമെതിരെയുള്ള നടപടിയെന്ന് പിഷാരടി പ്രതികരിച്ചു. യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് തന്നെ തടഞ്ഞത്. ഇത്തരം ഭീഷണികൾ ജനം വിലയിരുത്തട്ടെ എന്നും പിഷാരടി. എത്ര ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ്, എത്ര സങ്കുചിതമായ മനസ്സായിട്ടാണ് അവരവിടെ നിൽക്കുന്നതെന്നുള്ളത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയും വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്ത ഒരു കാര്യമാണ്. കോൺഗ്രസ് പാർട്ടിക്ക് ഇവിടുത്തെ UDFന് വേണമെങ്കിൽ അവിടുന്ന് അങ്ങറ്റം വരെ പോയി നടന്നിട്ട് തിരിച്ചു വരാനുള്ള സംഘടനാ ശേഷിയും ശക്തിയും ഒക്കെ ഉണ്ട്, അതില്ലാത്തവരല്ല. പക്ഷെ ഞാനതിനെ അവരുടെ ഒരു വലിയ ധൈര്യമായിട്ട് കാണുന്നില്ല. അവരുടെ ഒരു സങ്കുചിതമായ മനസ്സായിട്ടോ അറിവില്ലായ്മയായിട്ടോ തൽക്കാലം കാണാനായിട്ട് ഉദ്ദേശിക്കുന്നു. രണ്ടായാലും വലിയ മാനസിക വിഷമം ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ് നടന്നത്. അതേസമയം രമേശ് പിഷാരടി നടത്തിയ സ്ത്രീ വിരുദ്ധ പരാമർശത്തിന്റെ പേരിലാണ് തടഞ്ഞതെന്ന് ശോഭാ സുരേന്ദ്രൻ NDA സ്ഥാനാർത്ഥി പ്രതികരിച്ചു. ഇത് കേരളമാണ്. കവിയൂരും കിളിരൂരും ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഇതിനേക്കാൾ വലിയ കൊമ്പന്മാരെ കേരളത്തിന്റെ മണ്ണിൽ തടഞ്ഞിട്ടുണ്ട്. അപ്പൊ UDFന്റെ സ്ഥാനാർത്ഥി മര്യാദ പാലിച്ചുകൊണ്ട്, സംയമനം പാലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ എന്റെ പാർട്ടിയിൽപ്പെട്ട ഒരു കൗൺസിലർ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ന്യായീകരണ തൊഴിലാളിയായി വർത്തിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മമാരുടെ മുന്നിൽ നിങ്ങൾ ഇനി വീണ്ടും ചോദ്യം ചോദിക്കേണ്ട, ചോദിച്ചാൽ ഞാൻ തിരിഞ്ഞു നടക്കുകയാണ് ചെയ്യുക. UDFന്റെ സ്ഥാനാർത്ഥി മാപ്പ് പറയണം. ഞാൻ രാവിലെ പറഞ്ഞ വാക്കുകൾ സ്ത്രീ സമൂഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് മാപ്പ് പറയാൻ UDFന്റെ സ്ഥാനാർത്ഥി തയ്യാറാവണം.